ഭൈരവ, നിനക്ക് ഒരിക്കൽ പോലും എന്നെ പ്ലക്കാൻ തോന്നിയിട്ടില്ലേ? വീരയോദ്ധാവ്, 100 പേരെ പ്ലക്കിയതിനു ശേഷം മാത്രം ജീവൻ വെടിയുന്ന വീരവംശം. ഹനുമാൻ സിംഗ്, താങ്കൾ പറഞ്ഞ കഥ വെറും ഒരു കളിക്കുടുക്ക കഥയാണെന്ന് ഇപ്പോൾ തന്നെ നാം തെളിയിച്ചത്. ഭൈരവ, നീ അവളെ അവന് വിട്ടുകൊടുത്തിട്ട് നീ വന്ന് എന്റെ തുടയിൽ അഭയം പ്രാപിക്കുക. നിനക്ക് ഞാനൊരു ആനുകൂല്യം തരാൻ ഷേർഖാൻ. തന്തയ്ക്ക് പറഞ്ഞവരുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് തൊട്ടു നോക്ക്. ചങ്കുറപ്പുള്ളവനാണെങ്കിൽ നീ നിന്റെ സൈന്യത്തെ മുഴുവനും അയച്ചോ. ഇവരൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പോലും നിനക്ക് ഗർഭം ഉണ്ടാകുമടാ. ഗർഭം ഉണ്ടായാലും കുഴപ്പമില്ല, ഇരട്ട കുട്ടികളാവാൻ നോക്കിയാൽ മതി. അവരിൽ ഒരാൾ അവളെ തൊട്ടാൽ പോലും നിനക്ക് തോൽവിയാണ്. ഓരോരുത്തരായി അയക്കാൻ നിൽക്കേണ്ട ഷേർഖാൻ. 100 പേരെയും ഒരേ സമയം ഇങ്ങോട്ട് അയച്ചോ. യാത്രയാകുമ്പോൾ തുണ്ടൂടാൻ കണ്ടിട്ട് ഇറങ്ങി വന്നോളൂ. ആത്താന്റെ കഴപ്പുകളെ അങ്ങ് പ്ലക്ക്. എന്താ ഇങ്ങനെ? ഇത് തൊട്ടാലേ ഷോക്കല്ലേ. നീ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു? ഇതുണ്ടായിട്ട് ഞാൻ രക്ഷോട്ട് പോണില്ലേ. സംസാരിച്ചോണ്ടിരിക്കാറില്ലേ? 39. 39 പിറകുന്ന വിടിയാ. 109, 100. ബലേബേഷ്, നീ ജയിച്ചു. എനിക്ക് പ്ലക്കാൻ കിട്ടാത്തത് ഇവിടെ ഒരുത്തനും പ്ലക്കണ്ട. ഈ അവസാന നിമിഷമെങ്കിലും എനിക്ക് വാക്ക് തരൂ. ഭൈരവ, നീ സിൽപ്പർ ചെരുപ്പിട്ടില്ല. സഫലമാകാത്ത നിന്റെ പ്രണയം സാക്ഷാത്കരിക്കാൻ പുനർജന്മമെടുത്ത് നീ വീണ്ടും വരും ഭൈരവ. പുനർജനിച്ചു, പക്ഷെ അത് മനുഷ്യന്റെ രൂപത്തിലായിരുന്നില്ല.